ചക്കാമാടം നിവാസികളുടെ ദുരിതത്തിന് ഇനി എന്ന് പരിഹാരമാകും. പൈപ്പ് തുറക്കുമ്പോൾ വെള്ളത്തിന് പകരം വരുന്ന കാറ്റിനും വാട്ടർ ബിൽ അടയ്ക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ചക്കാമാടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പലവട്ടം നിവേദനങ്ങൾ നൽകിയിട്ടും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചും സമരമുറകൾ അരങ്ങേറിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ പ്രതിഷേധമുയരുന്നു. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി ചക്കാമാടം നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. കൊച്ചി നഗരസഭയിലെ 6ാം ഡിവിഷനാണ് ചക്കാമാടം. ഈ ഡിവിഷനിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലായിട്ട് അനേകം വർഷങ്ങളായി. വാട്ടർ അതോറിറ്റിയിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വെള്ളം വരും. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വെള്ളമില്ല. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവരുടെ പ്രശ്നങ്ങളെന്ന്. എല്ലാവരും മോട്ടർ വെച്ച് വെള്ളം കൊടുക്കണം. അപ്പോൾ അല്ലാത്തവർക്ക് വെള്ളം കിട്ടും. ഞങ്ങൾക്കൊക്കെ വെള്ളം ഒഴുകി സാധാരണ ടാങ്കിൽ വന്ന് വീഴുന്നതാണ്. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് വെള്ളം വരുന്നില്ല. ഇത് ഇന്നും ഇന്നലെ അല്ലല്ലോ സാറേ. എൻ്റെ പിള്ളേർക്കൊക്കെ മഞ്ഞപ്പിത്തൊക്കെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടുന്ന് മെഡിസിൻ തരില്ലായിരുന്നു. ഈ സാധാരണ ഫ്രീ വെച്ചു കൊടുക്കുന്ന ഈ പൈപ്പിന് തന്നെ നല്ല 450 റുപ്യ 600 റുപ്യൊക്കെ ബില്ല് വരുന്നത്. 450 എന്തായാലും മിനിമം ആയിട്ടുണ്ട്. കൊച്ചി നഗരസഭ 6ാം ഡിവിഷനിലെ ചക്കാമാടം നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് വർഷങ്ങളായി. പ്രശ്നപരിഹാരത്തിനായി വാട്ടർ അതോറിറ്റിയെ സമീപിക്കുമ്പോൾ 1-2 ദിവസത്തേക്ക് വെള്ളം ലഭിക്കുമെങ്കിലും വീണ്ടും പഴയപടിയാകും. ഞങ്ങളവിടെ ചെന്ന് വാട്ടർ അതോറിറ്റി ചെന്ന് എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം കുറച്ച് വെള്ളം വരും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ. ചക്കാമാടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടിവെള്ളത്തിനായി വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പലവട്ടം നിവേദനങ്ങൾ നൽകിയിരുന്നു. ജനപ്രതിനിധികൾ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. നമ്മളിങ്ങനെ വെള്ളം കിട്ടാണ്ടാകുമ്പോൾ ഇതേപോലെ വന്ന് പറയും, നിങ്ങളെപ്പോലെ കുറച്ച് പേര് വന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകും. ഞങ്ങളെപ്പോലെ പാവത്തുകൾ വീണ്ടും വീണ്ടും ഇതേപോലെ അനുഭവിക്കും. ഇത് പതിവാണത്. ഏത് ഇലക്ഷൻ വന്നാലും ശരി പാവത്തുകൾ അനുഭവിക്കണം. വോട്ട് വെച്ച് വരും. അതിനൊരു മാറ്റവും ഇല്ല. കൗൺസിലർ ഞങ്ങളെയൊക്കെ എറണാകുളത്ത് വരെ കൊണ്ടുപോയിട്ട് ഒരു ഫലം ഉണ്ടായില്ല. ഈ റെസിഡൻസ് അസോസിയേഷൻ വന്നപ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടായത്. ബോർവെൽ വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടെ ബോർവെൽ വെള്ളം എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് കുടിക്കാൻ പറ്റില്ല, വെള്ളം ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല. അലക്കാനും ബാത്റൂമിൽ ഉപയോഗത്തിനും ആ വെള്ളം ഉപയോഗിക്കാം. പക്ഷേ കുടിക്കാനായിട്ട് പുറത്തുനിന്ന് കാശ് മുടക്കി വെള്ളം വാങ്ങിക്കുന്നു. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിക്ക് ബില്ലും പേ ചെയ്യുന്നുണ്ട്. ഈ മോട്ടർ അടിക്കുന്നതുകൊണ്ട് തന്നെ പലരുടെയും കറണ്ട് ബില്ല് വളരെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2015 വരെ ടാങ്കർ ലോറിയിലെ വെള്ളമാണ് ഇവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. ചക്കാമാടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അന്നത്തെ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷനും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയതിനെ തുടർന്ന് ആഴ്ചയിൽ 3 ദിവസം നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ സ്പെഷ്യൽ പമ്പിംഗ് മുഖേന കുടിവെള്ളം ലഭ്യമാക്കിയിരുന്നതായി അസോസിയേഷൻ സെക്രട്ടറി ബെറ്റ്സി ബ്ലേസി പറഞ്ഞു. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയെന്ന് വെച്ചാൽ ആ ബൂസ്റ്റിങ്ങിൽ ഞങ്ങൾക്ക് നേരത്തെ 2015 അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കണം. ആ 1 മണിക്കൂർ ബൂസ്റ്റിംഗ് സംവിധാനത്തിൽ ഉൾപ്രദേശത്തിൽ എങ്ങും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നില്ല. ഈ 2025 ജാനുവരിയിൽ ഒരു നിവേദനം വീണ്ടും ഞങ്ങളുടെ ഇവിടെയുള്ള പരിസരവാസികൾ ഒപ്പിട്ടുകൊണ്ട് ജില്ലാ അതോറിറ്റിക്ക് കൊടുത്തു. പക്ഷേ എല്ലാ ദിവസവും ഞങ്ങളോട് വരും, അടുത്ത ദിവസം പരിഹരിക്കും എന്നുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണം. ഞങ്ങൾ അവിടെ ചെന്ന് അധികാരികളോട് സംസാരിക്കണം. ആ ദിവസങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് വെള്ളം ലഭിക്കും. അതൊരു ഏറിയാൽ 1/2 മണിക്കൂർ, അതിൽ കൂടുതൽ വെള്ളം കിട്ടാറില്ല. അപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് അന്ന് ആ സ്പെഷ്യൽ പമ്പിങ് നടത്തിയിരുന്ന വാൽവുകളുണ്ട്. ചില വാൽവ് ഓപ്പറേഷനിലാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഇവിടെ ഞങ്ങളുടെ ഈ പരിസരത്ത് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. ആ വാൽവുകൾ നമ്മളുടെ കൂവപ്പാടം മുതൽ പരിപ്പ് ജംഗ്ഷൻ വരെയുള്ള റോഡ് ടാറിങ്ങിൻ്റെ സമയത്ത് ആ വാൽവുകളെല്ലാം ടാറിൻ്റെ അടിയിലായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാൽവ് ഓപ്പറേഷൻ ഇപ്പോൾ സാധ്യമല്ല. ഒന്നെങ്കിൽ പുതിയ വാൽവ് വെക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുതിയ ലൈൻ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ അകത്തേക്കുള്ള പമ്പിങ്ങിൽ ഇൻ്റർ കണക്ഷൻ കൊടുത്താലേ ഇപ്പോഴുള്ള ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുള്ളൂ. കുടിവെള്ളം ലഭിക്കുന്നില്ലെങ്കിലും വാട്ടർ ബിൽ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും ബിൽ അടച്ചില്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്യുമെന്നും അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി KU ഹാരിസ് മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. അതുമല്ല, തുറക്കുമ്പോൾ കാറ്റാണ് വരുന്നത്. ആദ്യം ആ കാറ്റ് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ മീറ്റർ ഇങ്ങനെ ഇറന്ന് ഓടും. ആ ഓടുന്ന പൈസ നമ്മൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു കട്ട് ചെയ്യും.
അത് യാതൊരു മാറ്റമൊന്നുമില്ല. കറക്റ്റ് 2 മാസം കൂടുമ്പോൾ വന്നിട്ട് അവർ കട്ട് ചെയ്യും. പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസവും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചിരുന്നു. സ്ഥലം സന്ദർശിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴും പ്രശ്നപരിഹാരത്തിനായി യാതൊരു നടപടിയും വാട്ടർ അതോറിറ്റി അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ സാധാരണക്കാരാണ് ജീവിക്കുന്നത്. നമ്മൾ ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ ഈ ബ്ലോക്ക് വിട്ടിട്ട് ഒന്ന് മട്ടാഞ്ചേരിയിൽ കുറച്ച് അങ്ങോട്ട് പോയാൽ അടുത്ത ജംഗ്ഷനിലേക്ക് പോയാൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇത് ഈ ഒരു ഗെല്ലിനെ മാത്രം എന്തോ ഒഴിവാക്കുന്ന രീതി ചോദിക്കാനും പറയാനില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സാധാരണക്കാരാണ്. ഈ ജനത്തിന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട്, ജീവൻ നിലനിർത്തുവാനായിട്ട് കുടിവെള്ളം വേണം. അതുതന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എത്രയും വേഗം അത് ലഭ്യമാക്കുവാനായി അധികാരികൾ തയ്യാറാകണമെന്ന് അവർ പറയുന്നു. ക്യാമറമാൻ സിംലേഷിനൊപ്പം റിഡ്ജൻ റുബല്ലോ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.